ശബരിമലയുടെ യശസ് നശിപ്പിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഖ്യാതിയും സൽപ്പേരും ഒക്കെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ഈ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളോളമായി നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഭരണകർത്താക്കൾ, ദേവസ്വം ബോർഡ് അധികാരികൾ, സർക്കാർ എല്ലാവരും നിതാന്ത ജാഗ്രതയോടുകൂടി ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അടിയന്തര നടപടികൾ, ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ ആവർത്തിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ ഇവിടെ നടന്നത് തെറ്റുകളായിരുന്നു എന്നാണ്. ആ തെറ്റുകൾ ചെയ്തവരെ പിടികൂടണം. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഭരിച്ച ദേവസ്വം ബോർഡുകളെല്ലാം തെറ്റ് ചെയ്തവരാണ്. ആ തെറ്റ് ചെയ്തവരെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് KSRTC കാണിക്കുന്നത് അനീതിയാണ്. വളരെ കൂടുതൽ തുക ഈടാക്കുകയാണ്. നിലയ്ക്കൽ നിന്നും പമ്പ വരെ 50 രൂപ, 150 രൂപ ചെങ്ങന്നൂരിൽ നിന്ന് ഈടാക്കും. ഈ സ്പെഷ്യൽ വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഓർഡിനറി വണ്ടി ഓടിക്കുകയും വലിയ ചാർജ്, എക്സ്പ്രസിൻ്റെയും സൂപ്പർ ഫാസ്റ്റിൻ്റെയും ഒക്കെ ചാർജ് ഈടാക്കുകയും ഒക്കെ ചെയ്യുന്ന അനീതി എന്തിനാണ്? ഏതായിരുന്നാലും ശബരിമല സീസൺ കാലത്ത് ഇത്രയധികം പണം കിട്ടുന്നുണ്ട്. KSRTCയും എൽസിറ്റി ബോർഡും എല്ലാം ഈ ഒരു കറവപ്പശുവിനെ പോലെയാണ് ഈ ശബരിമലയെ കാണുന്നത്.